ഹലോ ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് വളാഞ്ചേരി കോട്ടപ്പുറത്താണ് കേട്ടോ. നാളെ ഇവിടെ എനിക്കൊരു വർക്കുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് ദിവ്യ, ഇവളുടെ ഏട്ടൻ്റെ കല്യാണമാണ് കേട്ടോ നാളെ. അപ്പോൾ അവൾക്കൊരു ഗസ്റ്റ് ലുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ സാരി പ്രീപ്ലീറ്റ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതാണ് അവളുടെ സാരി, നല്ല അടിപൊളി ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ ബ്ലൗസ് വരുന്നത്. എന്തായാലും ഒരു വെറൈറ്റി കളർ കോമ്പിനേഷൻ ആയിരുന്നു. അങ്ങനെ ഇതാ ബോക്സ് ഫോൾഡിംഗ് ഒക്കെ കഴിഞ്ഞ് രാവിലെ ഒരു 4:45 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5 മണി ആയപ്പോഴത്തേക്കും അവളുടെ വീട്ടിലെത്തി. എണീറ്റിട്ടുണ്ടാകുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷേ ആൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാരി ഡ്രിപ്പിംഗ് ഒക്കെ അങ്ങോട്ട് കഴിച്ചു, ഹെയർ ക്രീമിങ്ങും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫേസ് മേക്കപ്പിലോട്ട് കിടക്കുകയാണ്. ആളുടെ സ്കിൻ അത്യാവശ്യം നല്ലോണം ഡാമേജ്ഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോർമോൺ ചേഞ്ചിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നല്ലോണം പിമ്പിൾസും റെഡ് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മളെ വർക്ക് എങ്ങനെ ഉണ്ടെന്നുള്ള ആളെന്നെ പറയും. എൻ്റെ വിശ്വാസം രക്ഷിച്ചു. ഇതാണ് ആളുടെ ഫൈനൽ ലുക്ക്. ആളെന്തായാലും ഹാപ്പിയാണ്. ബ്ലൗസ് അടിച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസം എന്തായാലും സാരി ഡ്രിപ്പിങ്ങിലും കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആളുടെ മോളാണ്. ആൾക്കും ചെറുതായിട്ടൊരു ടച്ചപ്പൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ. ആൾക്ക് മേക്കപ്പിനോടൊക്കെ കുറച്ച് താല്പര്യമുള്ളതുകൊണ്ട് തന്നെ നല്ല അടങ്ങി ഒതുങ്ങി നിന്ന് തരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്ത് വേണേലും ചെയ്തോളൂ എന്നുള്ള മട്ടായിരുന്നേ. പിന്നെ എങ്ങനെയുണ്ട് മേക്കപ്പ് എന്ന് വെച്ചപ്പോൾ സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആളെല്ലാം ആക്റ്റീവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ താഴോട്ട് പോയി കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലോട്ട് വന്നു. പിന്നെ തിരിച്ച് അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവളുടെ ഏട്ടനും വൈഫൊക്കെ എത്തിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെത്തിയത്. അപ്പോൾ ഇതാണ് ആളുടെ സെക്കൻഡ് ലുക്ക്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ലുക്കാണ് കേട്ടോ. എന്തായാലും ഇതുപോലെ സിമ്പിൾ മേക്കപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ.